അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബുൽ ഖുലൂബ് നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 10-ാമത്തെ ആയത്താണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഒറ്റ ആയത്ത് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. നബിയേ, അള്ളാഹു പറയുക, അവരുടെ ഹൃദയങ്ങളിൽ മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട് നബിയേ. സത്യനിഷേധികളുടെ മുനാഫിക്കുകളുടെ ഹൃദയങ്ങൾ കപടത എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് നബിയേ എന്ന് അള്ളാഹു പറയുക. എന്നിട്ട് അവരുടെ ഹിതത്തിന് എതിരായി നടപടികൾ എടുത്ത് അള്ളാഹു അവരുടെ രോഗം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നബിയേ. അവരുടെ ആഗ്രഹത്തിന്, അവരുടെ ഹിതത്തിന് എതിരായി അള്ളാഹു നടപടികൾ എടുത്തുകൊണ്ട് അവരുടെ ഈ കപടതയെ അള്ളാഹു വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ അള്ളാഹു പറയുന്നു, അവർ അസത്യവാന്മാരായതുകൊണ്ടാണ് അവർക്ക് വിജയവുമില്ല, അവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയുള്ളത്. എന്താണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായത്? കപടവിശ്വാസികൾ ഏതിനും കപടത കാണും. ഇപ്പോൾ കച്ചവടം നടത്തുന്നു, ബേക്കറി കട, സ്റ്റേഷനറി കട, സൂപ്പർ മാർക്കറ്റ്, ആട് ബിസിനസ്, കോഴി ബിസിനസ്, അങ്ങനെ എല്ലാവിധ ബിസിനസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. മീൻ കച്ചവടം, ഇപ്പം നല്ല തൊപ്പിയും താടിയൊക്കെ കാണും, കടയിലിരുന്ന് കണക്കൊക്കെ എഴുതുന്ന നല്ല സത്യമാണ്. റേഷൻ അരി, അത് ജയ അരിയാണെന്നും പറഞ്ഞുകൊണ്ട് വേറെ ചാക്ക് കയറ്റി വയ്ക്കും. കപടതയാണ്, അത് കപടവിശ്വാസിയാണ്. അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അവർക്കൊരു രോഗമുണ്ട്. ആ രോഗത്തിൻ്റെ ലക്ഷണമാണത്. ഇറച്ചി കച്ചവടം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട്, ഇന്നിപ്പോൾ അറുത്ത മാട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അത് അറുത്ത് അന്ന് വിറ്റ് പോയില്ല, പിറ്റേന്ന് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. അതെടുത്ത് തോന്നുന്ന എണ്ണയൊക്കെ തടവി പിറ്റേന്ന് വിൽക്കാൻ കൊടുക്കും. അതും കപടതയാണ്. മീൻ, ഇപ്പം മീൻ സാധാരണ 1, 2, 3 ദിവസമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വയ്ക്കാം. അതങ്ങനെയാണ് സാഹചര്യം. ഇത് 1 വർഷം കഴിഞ്ഞ മീനായിരിക്കും കമ്മീഷക്കടയിൽ വരണം. അതാണ് നമ്മൾ വിൽക്കുന്നത്. അതിൽ കപടതയാണ്. ഇപ്പോൾ ഒരു ആട്ടിനെ മേടിക്കാൻ പോയി, അല്ലെങ്കിൽ പശുവിനെ മേടിക്കാൻ പോയി, പാല്, ഇത് 50 ഗ്ലാസ് പാല് കിട്ടും. പക്ഷേ മേടിച്ച് കൊണ്ടുപോയി കറക്കുമ്പോഴത്തേക്ക് 15 ഗ്ലാസ് പാല് പോലും കിട്ടില്ല. അതിലും കപടതയാണ്. ഇപ്പോൾ വീട്ടിലെ ഒരു കൊല വെട്ടി, വാഴക്കൊല വെട്ടി കൊടുത്തിട്ട് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പറയണം മൊത്തം ജൈവവളമാണ്, ഒരു രാസവളവും ഇതിൽ ചേർത്തിട്ടില്ല, ചാണകം മാത്രം, സർവ്വ രാസപദാർത്ഥങ്ങളും അതിൽ ചേർത്തിട്ടായിരിക്കും ആ കൊല അങ്ങനെ വാങ്ങും. പക്ഷെ പറയുന്നതോ ചാണകം മാത്രമേ ചേർത്തിട്ടുള്ളൂ, ജൈവവളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയാണ് അവരത് പറയുന്നത്. അതെന്താണ്? കപടതയാണ്. അതുപോലെ ബേക്കറി, അലുവ ഒരു 10-12 ദിവസമൊക്കെ ഇരിക്കും. പിന്നെ അത് അവരതിൻ്റെ മുകളിൽ തുണിയിട്ട് അങ്ങ് തൂക്കും, പൂപ്പൽ മാറാൻ. എന്നിട്ട് പറയും ഇന്ന് കൊണ്ടുവച്ച അലുവയാണ്, മേടിച്ചോളി. അങ്ങനെ ഓരോന്നും എണ്ണി നോക്കിയാൽ കപടതയാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കില്ലല്ലോ ഉസ്താദേ എന്ന് തോന്നിപ്പോവും. അങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും കപടത കാണിച്ചും. അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞ് അവർക്ക് രോഗമുണ്ട്. ഇങ്ങനെ റേഷനരി നല്ല ജയ അരിയാക്കി വിറ്റ് ലാഭമുണ്ടാക്കും. അതങ്ങനെ അള്ളാഹു അവരുടെ ഹിതത്തിന് എതിരായി അള്ളാഹു പ്രവർത്തിക്കും. അവർക്ക് ഈമാനേ കിട്ടുകയില്ല. അവർ നാശത്തിലേക്കാണ് പോകുന്നത് എന്നവരറിയുന്നില്ല. കപടതയാണ്, എല്ലാത്തിലും കപടത. മനസ്സിലായി? ഇപ്പോൾ മലക്കറി കടയിൽ ചെന്നാൽ നമ്മളിപ്പോൾ ഒരു 50 രൂപ മലക്കറി മേടിക്കും. അവർ പറയും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വിളയിച്ച കാർഷിക സംഘങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ്, മൊത്തം തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയതായിരിക്കും, ഇല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് ഇറങ്ങി, ഇല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് ഇറക്കിയതായിരിക്കും. പച്ചക്കള്ളം പറയും, കപടത.
ഏതിലും കപടത, എന്തിലും കപടത. ആ കപട വിശ്വാസികളെ പറ്റിയാണ് പറഞ്ഞത്. അവരൊരിക്കലും രക്ഷപ്പെടുകയില്ല നബി. അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ രോഗം, ആ കപട രോഗം പിടിച്ചുപോയി നബിയെ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ ഹോട്ടൽ നടത്തുന്നവർ ഇന്നലത്തെ പെറോട്ട ഇന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി അടിച്ച് പരത്തി ഫ്രഷാക്കി കൊടുക്കും. 6 ദിവസത്തെ ഇറച്ചി ഫ്രൈ ആക്കി കൊടുക്കും. ഇതൊക്കെ കപടതയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പരിധിവരെ നമ്മൾ എന്ത് ചെയ്യുക, നന്നാവുക. എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ ഖുർആൻ പറയുന്നു ഇതെല്ലാം കപടതയാണ് നബി, അവരുടെ രോഗങ്ങളാണ് നബി, അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി നബിയെ പറ്റിക്കൽ, തട്ടിക്കൽ, വെട്ടിയിരി, കപടത ഉണ്ട് നബിയോരെ അവരെ കൽബിൽ രോഗം ഒരെണ്ണമാ കാപട്യമാ അവരെ ഹിതത്തിന് എതിരായല്ലാഹ് എടുക്കും നടപടി ഇത് കാരണം. രോഗം അവർക്കുമേ കൂടുന്നതാ സത്യം നിഷേധിച്ചത് തന്നെ കാര്യം. പഴയ ഇറച്ചി വിറ്റവന് ആ തിന്നുന്നവന് ടേസ്റ്റ് കൂടുന്നു, പക്ഷെ അവൻ അറിയുന്നില്ലല്ലോ ഇത് പുഴുത്തതാണ്, പഴയതാണെന്ന്. കച്ചവടക്കാരൻ മനസ്സിലാക്കുന്നു ഇതൊരു ലാഭം തന്നെയാണ്, വീണ്ടും അവൻ പഴയതാക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവർക്കോ വിജയവും ഇല്ല തന്നെ, കഠിനതാപെന്നും അവർക്ക് തന്നെ. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് അതിൻ്റെ വിശദീകരണം ഉൾപ്പെടെ പറയുമ്പോൾ നമുക്ക് പലർക്കും തോന്നും ഇതെന്നെ പറ്റിയാണല്ലോ എന്ന്. അതാണ് പരിശുദ്ധമായ ഖുർആൻ. ഖുർആനെ പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം.